പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകാഗ്നി വചന ശുശ്രൂഷകൾ സംബന്ധിക്കുവാൻ കർത്താവിനാൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന സ്നേഹം കൊണ്ട് നിങ്ങൾ നിറയട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രിസ്മസിൻ്റെ ഏറ്റവും ഒരുക്കത്തിൽ ഏറ്റവും ഒരു വാതിൽക്ക് എത്തി നിൽക്കുന്ന സമയമാണ്. അന്നേ ദിവസം നിങ്ങൾക്ക് ആശംസ പറയാൻ സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, മുൻകൂട്ടി നിങ്ങളെ ഒരു ആശംസ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ആശംസ പറയുന്നത് ഞാനാണെന്നുണ്ടെങ്കിലും സഹോദരങ്ങളെ, ഒരു വലിയൊരു കുടുംബ കൂട്ടായ്മയിലാണ് ഈ ആശംസ. നമുക്കെല്ലാം വളരെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാലച്ചൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ സെഹിയോനാകുന്ന വലിയൊരു കൂട്ടായ്മ, പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സി വൈദികരുടെ സമൂഹം, അഭിഷേക സിസ്റ്റേഴ്സിൻ്റെ സമൂഹം, ഈ കൂട്ടായ്മയിൽ പ്രത്യേകിച്ച് ശാലോമിൻ്റെ എല്ലാ ശുശ്രൂഷകരുടെയും പ്രത്യേക കൂട്ടായ്മയിൽ പ്രത്യേകിച്ച് ഞാൻ ബെന്നി സാറ്, കെ ജെ മാത്യു സാറ്, സാൻഡോ ബ്രദർ അവരൊക്കെ എടുത്ത് പറയുകയാണ്. ശാലോമിൻ്റെ എല്ലാ ശുശ്രൂഷകരുടെ കൂട്ടായ്മയിൽ ശാലോമിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും അഭിഷേകത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസകളും നേരുകയാണ്. ഉണ്ണീശോ നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഈ അഭിഷേകാഗ്നി ശുശ്രൂഷ സംബന്ധിക്കുവാൻ വേണ്ടി ഈ ഞായറാഴ്ച 8:30 മണി വരെയുള്ള ഈ സമയം, ചില ആൾക്കാർ യൂട്യൂബിലൊക്കെ കാണുന്നതുകൊണ്ട് മറ്റൊരു സമയത്തായിരിക്കും. ഈ സമയം ഇങ്ങനെ കളയുന്നതൊന്നും ഒരു പാഴാക്കി കളയുന്നതല്ല. ഇതിനൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, ഒരുപാട് വിലയുണ്ട്. നിത്യതയിൽ നമ്മൾ ഇതിൻ്റെ ശരിക്കും വില അറിയും. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. ദാനിയേൽ പ്രവചനത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ അതിന് 3-ാമത്തെ തിരുവചനം, ആ വചനം ഇങ്ങനെയാണ്: അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവൻ നക്ഷത്രങ്ങളെ പോലെ എന്നുമെന്നും പ്രകാശിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇത് സത്യമാണ് സഹോദരങ്ങളെ. നീതിയിലേക്ക് നയിക്കാന്ന് ഈശോയിലേക്ക് നയിക്കുകയാണ്. ഈ അഭിഷേകാഗ്നി ഈശോയിലേക്ക് നയിക്കുകയാണ്. നമ്മൾ കൺവെൻഷൻ സംബന്ധിക്കുമ്പോൾ മനുഷ്യനെ ഈശോയിലേക്ക് നയിക്കുകയാണ്. അങ്ങനെ നയിച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നക്ഷത്രങ്ങളെ പോലെ അത് നിത്യതയിലാണ് ശോഭിക്കും. എന്ന് മാത്രമല്ല, ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴും കർത്താവ് ഒരുപാട് അനുഗ്രഹങ്ങൾ തരും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ നാളുകളിൽ അട്ടപ്പാടിയിൽ വന്ന് ഒരു വ്യക്തി സാക്ഷ്യം പറഞ്ഞത്, ഒരു കുടുംബം സാക്ഷ്യം പറഞ്ഞത്, അത് പറയിപ്പിച്ചത് ഞാൻ കേട്ടു. അതെനിക്ക് ഭയങ്കര ടച്ച് ചെയ്തു. ശരി, ഞാൻ കൃത്യം എങ്ങനെയാണ് അഭിഷേകാഗ്നി കൂടേണ്ടത്, എങ്ങനെയാണ് നിയോഗം വെക്കേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, അതേപോലെ തന്നെ ശരിക്കും കഷ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ കൊണ്ടുവരുന്നത് എങ്ങനെയാണ്, അത് ഞെരുക്കം എന്താണ്, അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം അനുഗ്രഹിക്കുന്ന വിധം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നിങ്ങളോട് അതൊക്കെ പറയണമെന്ന് വിചാരിച്ചു. നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ബേബി എന്നാണ്. വയനാട് ജില്ല പള്ളിക്കുന്ന് ചുണ്ടക്കരയിൽ നിന്ന് വരുന്നു. ഒരുപാട് ദൂരമാണ്. വയനാട് ചുണ്ടക്കരയിൽ നിന്നാണ് ഈ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഞാനിവിടെ നിൽക്കുക. എനിക്ക് 1 വർഷമായിട്ട് കാലയിൽ ആണിരോഗമായിരുന്നു ഭയങ്കരമായിട്ട്. പിന്നെ അലർജി രോഗം 1 വർഷമായിട്ട്. ഒരു ബീഫ് എന്ന് പറയുന്ന ഒരു സാധനം എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. 1 വർഷമായിട്ട് ആണിരോഗവും അതുപോലെ തന്നെ 1 വർഷമായിട്ട് അലർജിയും ഈ സഹോദരൻ ഒരുപാട് വിഷമിപ്പിച്ചിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് എൻ്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വർഷമായിട്ട് ഞാൻ വയനാട് ജില്ലയിൽ നിന്ന് ആദ്യ വെള്ളിയാഴ്ച ബസ്സിൽ ആളെ കൊണ്ടുവരുന്ന ഒരു ശുശ്രൂഷയാണ് ഞാൻ. ശുശ്രൂഷയിൽ ആദ്യ വെള്ളിയാഴ്ചകളിൽ ആ വയനാട് ഭാഗത്ത് ബസ് അറേഞ്ച് ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവരുന്ന ഒരു വലിയൊരു ശുശ്രൂഷയിൽ സഹോദരൻ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. ഇവിടെ 2:30 എത്തും. കറക്റ്റ് 3 മണിക്ക് കൽപ്പാതയിൽ ഞാനായിരിക്കും ആദ്യം കുരിശിന്റെ വഴി ചെല്ലും. വെളുപ്പിനെ 2:30 വന്ന് 3 മണിക്ക് കൽപ്പാതയിൽ കുരിശിന്റെ വഴി ചെല്ലി ഈശോനെ കുറിച്ച് ധ്യാനിക്കാൻ ദൈവം പ്രത്യേകം അനുഗ്രഹം കൊടുത്തു. അങ്ങനെ എൻ്റെ കാലിലെ ആണിരോഗവും അലർജി രോഗവും അപ്പാടെ വിട്ടുപോയി. ഇപ്പൊ എനിക്ക് 1 വർഷമായി ഒരു പ്രശ്നവുമില്ല. നോക്കിയേ, കംപ്ലീറ്റ് ആയിട്ട് ആണിരോഗവും മാറി, അലർജിയും മാറി. ഇവിടുന്ന് എൻ്റെ ഭാര്യ കാൽപാതയിൽ നിന്ന് കല്ലെടുത്തുകൊണ്ട് പോകും. വീടിൻ്റെ പണി തുടങ്ങിയ അന്ന് മുതൽ ആ ഫൗണ്ടേഷനിൽ വീടിൻ്റെ ആ കല്ലും ഇവിടുന്ന് പട്ടായലച്ചനെ കൊണ്ട് വെഞ്ചരിച്ച കുരിശും എല്ലാം 8 മാസം കൊണ്ട് നല്ലൊരു ഭവനം ഈശോ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഈ ഭവനത്തെ സ്വപ്നം കാണാൻ പോലും ഞങ്ങൾക്ക് സാധിക്കില്ലായിരുന്നു. പൈസയുടെ ടൈറ്റ് എല്ലാം ആയിട്ട്. പിന്നെ മക്കൾക്ക് ജോലി
കാനഡയിലും മക്കൾക്ക് ജോലി കൊടുത്ത് ദൈവം അനുഗ്രഹിച്ച് ഒക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ആൾക്കാരെ ഞങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ പിന്നെ പ്രാർത്ഥിപ്പിച്ച് ആ ഒരു ശുശ്രൂഷ ഏറ്റെടുത്തുകൊണ്ട് മാത്രം ഞങ്ങൾ വിശ്വസിക്കുന്നു. 15 വർഷമായി അഭിഷേകാഗ്നി ടി വിയിലൂടെ കാണുന്ന വ്യക്തികളാണ് ഞങ്ങൾ. പിന്നെ ഭാര്യ എഴുതി വെക്കും, നോട്ട് ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈശോ പിന്നെ അൾത്താരയിൽ വരുമ്പോൾ അങ്ങനെ ഇത് മുട്ടിച്ച് പ്രാർത്ഥിക്കും. ഇതിൽ അഭിഷേകത്തിന് കാണുമ്പോൾ ഇങ്ങനെ എഴുതി വെച്ച് നിയോഗം അൾത്താരം ഇങ്ങനെ മുട്ടിച്ച് പ്രാർത്ഥിക്കും അല്ലേ? അതെ അതെ അതെ. പ്രൈസ് ദി ലോർഡ്. 15 വർഷമായിട്ട് സ്ഥിരമായിട്ട് അഭിഷേകത്തിന് കാണുന്നു. നമ്മളെല്ലാവരും തന്നെ അഭിഷേകത്തിന് കാണുന്ന കുടുംബങ്ങളായിരിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ആലയത്തിലേക്ക് ആൾക്കാരെ ഒരുമിപ്പിച്ച് സംഘടിപ്പിച്ച് കൊണ്ടുവരിക എന്നുള്ളത് നിസ്സാര കാര്യമല്ല. പല ദേശങ്ങളിൽ നിന്ന് ആളുകൾക്ക് പലരും പറയും ഞങ്ങൾക്ക് വരണം ആഗ്രഹമുണ്ട്, പക്ഷേ വണ്ടിയില്ല. അവിടെ അവിടുന്ന് വണ്ടി അറേഞ്ച് ചെയ്ത് പ്രാർത്ഥിച്ച ആൾക്കാരെ കൊണ്ടൊരു നിസ്സാര ശുശ്രൂഷയല്ല. ഈ സഹോദരൻ ഇവർ രണ്ടുപേരും അതിനുവേണ്ടി പ്രയത്നിച്ച് എല്ലാ മാസവും ആദ്യ വെള്ളിയാഴ്ചകളിൽ വേണ്ട പട്ടാലച്ചൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വേണ്ടി ബസ് അറേഞ്ച് ചെയ്ത് കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ കൽപ്പാതയിൽ പോയി പ്രാർത്ഥിച്ചു. രോഗസൗഖ്യങ്ങളും അതുപോലെ തന്നെ വീടും എല്ലാം നൽകി ഈശോ അനുഗ്രഹിച്ചു. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരിക്കും ഒരു സാക്ഷ്യം കേൾക്കുന്നതിനൊരു വചനപ്രഘോഷണമാണ് അല്ലേ? ചിന്തിച്ചു നോക്കിയേ, എന്തുമാത്രം ഇൻസ്പിറേഷൻസ് ആണ് അല്ലേ? നമുക്കിത് കേൾക്കുന്നതിനൊരു ഉണർവും ഒരു സന്തോഷവും. അപ്പോൾ അഭിഷേകം കൂടുമ്പോൾ നോക്ക്, അവർ നിയോഗമൊക്കെ എഴുതി വെച്ച് ഒരു നിഷ്കളങ്ക വിശ്വാസമാണ്. പിന്നെ കഷ്ടപ്പെട്ട ആൾക്കാരെ കൊണ്ടുവരിക, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അതോ എല്ലാ ദിവസവും വെളുപ്പിന് 3 മണിക്ക് അവിടെ എത്തി 2:30 എത്തി കുരിശിന് ചിന്തിച്ചു നോക്ക്. അപ്പോൾ നോക്കിയേ, അതൊരു നോക്കിയേ എത്ര ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ കർത്താവ് അനുഗ്രഹിച്ച് ഉയർത്തുകയാണ്. നമുക്കെല്ലാം പെട്ടെന്ന് നടക്കണമെന്നാണല്ലോ, കുഴപ്പമില്ല, ആഗ്രഹിച്ചോ. പക്ഷേ ദൈവത്തിൻ്റെ സമയത്തെല്ലാം ഘട്ടമായി നമ്മൾ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ വെളുപ്പിന് 2-3 മണിക്ക് കുരിശിൻ്റെ വഴി ചെല്ലണമെങ്കിൽ, ഇങ്ങനെ ആൾക്കാരൊക്കെ സംഘടിപ്പിച്ച് വരണമെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ശുശ്രൂഷകൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആത്മാവിലൊരു തീ ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ആത്മാവിലൊരു ഉണർവ്, ആത്മാവിലൊരു തീക്ഷ്ണത, ആത്മാവിലൊരു അഭിഷേകം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കാര്യം നോക്കി ഇങ്ങനെ നടക്കും. ശരിക്കും പറഞ്ഞാൽ ബൈബിളിൽ അനേകരെ, ഇപ്പോൾ ഈ കുടുംബം സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എത്ര പേരുടെ ഒരു വിശ്വാസവും ഒരു കൃപയും ഒക്കെ വർദ്ധിച്ചു അല്ലേ? അപ്പോൾ കുടുംബം ഉടനെ എപ്പോൾ അവസരം കിട്ടിയാലും ഈശോയിലേക്ക് ആൾക്കാരെ നയിച്ചുകൊണ്ടിരിക്കുക. പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. വേഗം ചാടി എഴുന്നേക്ക്. നമുക്ക് ആത്മാവൊരു തീ കിട്ടണം, ആത്മാവിൻ്റെ ഉണർവ് കിട്ടണം. ഇതുപോലെയൊക്കെ ചെയ്യണം. ഇതുപോലെ മാത്രമല്ല, പരിശുദ്ധാത്മ പ്രചോദിപ്പിക്കുന്ന പല രീതിയിൽ ഇതേപോലെ ശുശ്രൂഷകളെ ചെയ്യണം, ശുശ്രൂഷ സമ്മതിക്കണം. എന്നിട്ടോ ജീവൻ്റെ പുസ്തകത്തിൽ നമ്മളെ പേരുണ്ടെന്ന് ഉറപ്പാക്കണം. എന്ന് മാത്രമല്ല, ഈ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വലിയ സന്തോഷവും സമാധാനവും നീതിയും പരിശുദ്ധാത്മയുടെ സന്തോഷവും സഹനത്തിൻ്റെ ഇടയിലൂടെയുള്ള പിടിച്ചു നിൽക്കുന്നതും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് കയറണം. പറഞ്ഞ് ഹല്ലേലൂയ, നന്നായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. റോമാലേഖനം 12-ാമത്തെ അധ്യായത്തിലെ തിരുവചനം, ദൈവമേ തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുവിൻ. ഈ വചനപ്രകാരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്, ആത്മാവിൽ തീ വരട്ടെ, ആത്മാവിൽ അഗ്നി ജ്വലിക്കട്ടെ. ഓ കർത്താവ്, ഉണർവ് വ്യാപരിക്കട്ടെ, അഭിഷേകം പ്രാപിക്കട്ടെ. ആത്മാവിൽ തീയിടണം, ആത്മാവിൽ തീയിടണം, ആത്മാവിൽ തീയിടണം. കൈയടിച്ച് ആത്മാവിൽ തീയിടണം. ഏകരക്ഷക ലോകരക്ഷക നീയെന്നും അഭയം. ഏകരക്ഷക ലോകരക്ഷക നീയെന്നും. കൈകൾ ഉയർത്തി കൈയടിച്ച് ആത്മാവിൽ തീയിടണം, ആത്മാവിൽ തീയിടണം, ആത്മാവിൽ തീയിടണം, ആത്മാവിൽ തീയിടണം. ഓ കർത്താവായ ദൈവമേ, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഞങ്ങൾ വായിക്കുന്നുണ്ടല്ലോ, ഏലിയ ഗുഹയ്ക്കുള്ളിരുന്ന തീക്ഷ്ണത കൊണ്ട് ജ്വലിച്ചു. ഓ കർത്താവേ, പ്രവാചകന്മാർ ജ്വലിച്ചതുപോലെ, ഏലിയ ജ്വലിച്ചതുപോലെ, ഓ കർത്താവേ, ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ മാത്രമല്ല, ഞങ്ങൾ വഴി അങ്ങ് ജ്വലിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സകലരെയും ജ്വലിപ്പിക്കാൻ തക്കവണ്ണം അഗ്നി വ്യാപരിക്കട്ടെ. ഏലിയാവ് ഗുഹയ്ക്കുള്ളിൽ ജ്വലിച്ചതുപോ ജ്വലിക്കട്ടെ, ജ്വലിക്കട്ടെ എന്റെയും ഉള്ളം. ഏലിയാവ് ഗുഹയ്ക്കുള്ളിൽ ജ്വലിച്ചതുപോ ജ്വലിക്കട്ടെ, ജ്വലിക്കട്ടെ എന്റെയും ഉള്ളം. ദാനിയേലോ തീഷ്ണതയ എരിഞ്ഞതുപോ എരിയട്ടെ, എരിയട്ടെ എന്റെയും ഉള്ളം. ദാനിയേലോ തീഷ്ണതയ എരിഞ്ഞതുപോ എരിയട്ടെ, എരിയട്ടെ എന്റെയും ഉള്ളം. ആത്മാവിൽ തീയിടണം, ആത്മാവിൽ തീയിടണം, ആത്മാവിൽ തീയിടണം, ആത്മാവിൽ തീയിടണം.
ഏകരക്ഷക ലോകരക്ഷക നീ എന്നും അഭയം. ഓ കർത്താവേ, ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കാം കർത്താവേ. ദൈവമേ, പുതിയ നിയമത്തിൽ ശൗൽ പൗലോസായി മാറിക്കഴിഞ്ഞപ്പോൾ എന്റെ ദൈവമേ, എത്രയോ സഭകൾ ഉണർന്നു കർത്താവേ, എത്രയോ സ്ഥലങ്ങളിൽ പുതിയ സഭ സ്ഥാപിക്കപ്പെട്ടു കർത്താവേ. കൊരിന്ത്യർ സഭ, ഗലാത്യ സഭ, എഫേസു സഭ, ഫിലിപ്പി സഭ, കൊളോസ് സഭ എന്ന മറ്റു സഭകൾ സ്ഥാപിച്ചല്ലോ. ദൈവം ഒരൊറ്റയാണ് ദേശത്തോട് അറിഞ്ഞപ്പോൾ ദൈവമേ, എത്രയോ ചഞ്ചല പ്രകൃതി പത്രോസിലില്ല. ദൈവമേ, ഉണർവ് പ്രാപിച്ചപ്പോൾ, ശക്തി നിറഞ്ഞപ്പോൾ എത്രയോ വലിയ കാര്യങ്ങൾ പത്രോസിന് നടന്നു. ദൈവമേ, ബലഹീന ഞങ്ങളെ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളെ ഉറപ്പിക്കണമേ, തീക്ഷ്ണത കൊണ്ട് നിറയ്ക്കണമേ, ശക്തിപ്പെടുത്തണമേ. സൗലെന്നു പൗലോസായി ജനിച്ചതുപോ പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിക്കട്ടെ സംഭവിക്കട്ടെ. സൗലെന്നു പൗലോസായി ജനിച്ചതുപോ പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിക്കട്ടെ ഞാൻ. പത്രോസെന്നു പാറയായി ഉറച്ചതുപോ ഉറക്കട്ടെ ഞാനും സംഭവിക്കട്ടെ. പത്രോസെന്നു പാറയായി ഉറച്ചതുപോ ഉറക്കട്ടെ കൈകൾ ഉയർത്തി ആത്മാവിൽ തീടണം, ആത്മാവിൽ തീടണം, ആത്മാവിൽ തീടണം, ആത്മാവിൽ തീടണം. ഏകരക്ഷക ലോകരക്ഷക നീ എന്നും അഭയം. ഏകരക്ഷക ലോകരക്ഷക കരങ്ങൾ ഉയരട്ടെ, മനസ്സ് തുറക്കട്ടെ, അതര തുറക്കട്ടെ. ഏകരക്ഷകനായി ഈശോയെ വിളിക്കുകയാണ്, ലോകരക്ഷകനായി ഈശോയെ വിളിക്കുകയാണ്. ഓ കർത്താവേ, ഈ ലോകത്തെ പാപങ്ങൾ രക്ഷിക്കാൻ കുരിശിൽ മരിച്ച് ഉയർത്ത ഏകദൈവമായ യേശുവിനെ ആരാധിക്കുകയാണ്, ഈശോനെ ആരാധിക്കുകയാണ്. തന്റെ പുത്രനെ നൽകാൻ തക്ക ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആരാധന 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 ആരാധന. ഓ കർത്താവേ, തുടർന്ന് ഈശോ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ്, ലോകത്തെ നയിക്കുന്ന പരിശുദ്ധാത്മാവ്. ആരാധന 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 ആരാധന. ഈശോ രണ്ടാമത്തെ ആഗമനത്തിൽ നമ്മൾ ഒരുക്കുന്ന പരിശുദ്ധാത്മാവ്. കർത്താവേ, അനേകരെ ഈശോയിലേക്ക് എത്തിക്കാൻ ഞങ്ങളെ ഒരുക്കണ കർത്താവേ. ആരാധന 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 ആരാധന. ഹൃദയങ്ങൾ ശക്തി പ്രാപിക്കട്ടെ. ആരാധന ആരാധന സ്വയ ആരാധന സ്വയ ആരാധന സ്വയ ആരാധന സ്വയ ആരാധന. എനിക്കും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ അവർക്കെല്ലാം കർത്താവ് അവർ കൃപ തരും. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം നവംബർ മാസത്തിൽ അവസാനത്തെ ഞായറാഴ്ച നിങ്ങൾ ശ്രവിച്ച അഭിഷേകത്തിന്റെ എപ്പിസോഡ് 1074. ആ എപ്പിസോഡിൽ വ്യക്തിപരമായ പ്രാർത്ഥന എങ്ങനെ നടത്തണമെന്ന് പറഞ്ഞതിൻ്റെ 2ാം ഭാഗമാണ്. ആ എപ്പിസോഡ് ഞാൻ പറഞ്ഞിരുന്നു ഇത് 2-3 ഘട്ടമായിട്ടാണ് പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, ആ കഴിഞ്ഞ എപ്പിസോഡ് ഇപ്പം നിങ്ങൾ കണ്ടതിന് ശേഷം കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് തപ്പിപ്പിടിച്ച് ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ എപ്പിസോഡ് ഞാൻ പറഞ്ഞതിൻ്റെ ചെറിയൊരു കണ്ടന്റ് ഇപ്പോൾ പറയാം. അതിതാണ് സഹോദരങ്ങളെ, അനേകം പേർക്ക് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും വ്യക്തിപരമായ പ്രാർത്ഥന എങ്ങനെ നടത്തണമെന്ന് അറിയാൻ സാധിക്കാത്തവരുണ്ട്. ഞാൻ പലരോടും ചോദിച്ചതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് അങ്ങനെ ഒരു എപ്പിസോഡ് എടുക്കാൻ ആത്മപ്രചോദനം തന്നത്. അപ്പോൾ ചില ആൾക്കാർ കുറച്ച് നേരം കൊന്തയില്ലും, കുറച്ച് നേരം സ്തുതിക്കും, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യും. പ്രിയമുള്ള സഹോദരൻ, അതെല്ലാം വ്യക്തിപരമായ പ്രാർത്ഥനയുടെ ഭാഗമാണ്. എന്നാൽ അതിൽ ചില കാര്യങ്ങൾ വേണം. അതിൻ്റെ ആദ്യത്തെ ഭാഗം കണ്ടത് പ്രാർത്ഥിക്കാൻ നല്ലൊരു ഒരുക്കം വേണം, നല്ലൊരു സ്ഥലം സാഹചര്യമൊക്കെ റെഡിയാകണം. പിന്നെ ശരിക്കും പറഞ്ഞാൽ പല വിചാര പീഡ ബഹുകാര്യ വ്യഗ്രത, ഒരുപാട് ചിന്തകൾ, അശുദ്ധമായ കാര്യങ്ങൾ, അങ്ങനത്തെ ഇതെല്ലാം മനസ്സിൽ കഴുകി പോകണം. അതിനുവേണ്ടി ഈശോയുടെ പരിശുദ്ധ രക്തത്താൽ നമ്മളെ കഴുകണം. അതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്. നിങ്ങൾ എപ്പിസോഡ് ഒന്ന് കാണുമല്ലോ. പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് അതിൻ്റെ 2ാം ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്.
അപ്പം നമ്മൾ പ്രാർത്ഥനയ്ക്കെല്ലാം ഒരുങ്ങി നല്ലൊരു സ്ഥലം തിരഞ്ഞെടുത്തു, ഉറക്കം വരാത്ത നല്ല ഉണർവോട് ഇരിക്കാൻ പറ്റിയൊരു പോസ്റ്റർ അവരൊക്കെ നമ്മൾ റെഡിയായി. പിന്നെ ഈശോയുടെ തിരുരത്വം കൊണ്ട് നമ്മുടെ ചിന്താ, ഭാവന അടക്കം ശരീരം, മനസ്സ്, ആത്മാവ് എല്ലാം കഴുകി ക്ലിയറായി. അതൊക്കെ വിശ്വാസത്തിൽ അങ്ങനെ ചെയ്യുകയാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് അതെല്ലാം ചെയ്ത് തീരണം. പറഞ്ഞ് ഹല്ലേലൂയ. ഹല്ലേലൂയ. തുറന്ന് ചെയ്യാൻ പറ്റുന്ന വളരെ മനോഹരമായ ഒരു കാര്യമെന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, ഓർഡറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരാം. പക്ഷേ ഇതെല്ലാം ഉൾച്ചേർന്ന് നല്ലതാണ്. കുറേ സമയം ഒരു മൂന്നാമത്തെ കാര്യമായിട്ട് അല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്, കുറേ സമയം കർത്താവിന് നന്ദി പറയണം. കുറേ സമയം ഈശോയ്ക്ക് നന്ദി പറയണം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. വ്യക്തിപരമായ പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കേണ്ട ഒരു സംഗതിയാണ്, എണ്ണിപ്പെറുക്കി നമ്മൾ നന്ദി പറയണം. ഇപ്പം ചെറിയ കുട്ടികൾ ചിലപ്പോൾ ഇച്ചിരി വിഷമമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എണ്ണിപ്പെറുക്കി കരയും. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുടുംബത്തിൽ പെട്ടെന്നൊരു ജീവിത പങ്കാളി ആരെങ്കിലും പെട്ടെന്ന് മരണം വഴി പെട്ടെന്ന് വേർപെട്ടാൽ എണ്ണിപ്പെറുക്കി കരയും. എന്ന് പറയുന്നത് പോലെ തന്നെ എണ്ണിപ്പെറുക്കി നമ്മൾ നന്മ പറയണം, എണ്ണിപ്പെറുക്കി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 29-ാമത്തെ തിരുവചനം, ബുക്ക് ഓഫ് വിസ്ഡം ചാപ്റ്റർ 16 വേഴ്സ് 29. കൃതജ്ഞന്റെ പ്രത്യാശ ശീതകാലത്തെ മൂടൽ മഞ്ഞ് പോലെ ഉരുകും, ഉപയോഗശൂന്യമായ ജലം പോലെ ഒഴുകിപ്പോകും. മനോഹരമായ വചനമാണ്. കൃതജ്ഞൻ എന്ന് പറഞ്ഞാൽ ആരാ? നന്ദി പറയാത്തവൻ, ദൈവത്തിന് മഹത്വം, പുകഴ്ച, ആരാധന സമർപ്പിക്കാത്തവൻ, ദൈവം നൽകിയ നന്മയെക്കുറിച്ച് അനുസ്മരിക്കാത്തവൻ, അതിനെക്കുറിച്ച് ദൈവത്തോടും മറ്റുള്ളവരോടും പറയാത്തവൻ, കൃതജ്ഞൻ, നന്ദിയില്ലാത്തവൻ. അവൻ്റെ പ്രത്യാശ എങ്ങനെയാണെന്നറിയാവോ? ശീതൽക്കാലത്തെ മൂടൽ മഞ്ഞ് പോലെ ഉരുകും, ഉപയോഗശൂന്യമായ ജലം പോലെ ഒഴുകിപ്പോവും. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. അവസാന കാലത്തെ മനുഷ്യരുടെ പ്രത്യേകത എന്ന് പറഞ്ഞൊരു എപ്പിസോഡ് ഞാൻ ഈ വചനം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, അതുകൊണ്ട് മണിക്കൂറുകൾ എന്നൊക്കെ കർത്താവിന് നന്ദി പറയാൻ സമയം ചെലവഴിക്കണം. നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളോർത്ത് ഈശോയ്ക്ക് വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഇങ്ങനെ നന്ദി പറയണം. പറഞ്ഞ് ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ നന്ദി പറയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ പ്രത്യാശ വർദ്ധിക്കും. നന്ദി പറയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ പ്രത്യാശ വർദ്ധിക്കും. എന്താ പ്രത്യാശ വർദ്ധിക്കാൻ കാരണം ഓരോ സംഭവങ്ങൾക്കും പുറകിൽ നിൽക്കുന്ന ദൈവത്തെ കാണാൻ കഴിയുന്നതാണ് ദൈവാനുഭവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇപ്പം നമ്മൾ പെട്ടെന്ന് ഇപ്പം ഇന്നലെ പേഴ്സണൽ പ്രയർ നടത്തി, രാവിലെ ഒരു 8 മണിക്ക് പേഴ്സണൽ പ്രയർ നടത്തി. എന്നിട്ട് ഇന്ന് രാവിലെ 8 മണിക്ക് വീണ്ടും പേഴ്സണൽ പ്രയർ ഇരിക്കുകയാണ്, വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുകയാണ്. ഉടനെ ഇന്നലെ 8 മണി മുതൽ ഇന്ന് 8 മണി വരെയുള്ള സമയത്ത് നമ്മുടെ ജീവിതത്തിൽ 24 ഹവേഴ്സിനുള്ളിൽ നടന്ന കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്ന് ഓർക്കുകയാണ്. അങ്ങനെ ഓരോന്നോരോന്നോർത്ത് അതിനെല്ലാം പുറകിൽ നിൽക്കുന്ന ഈശോയെ കണ്ട് ഈശോയ്ക്ക് നന്ദിയും മഹത്വം പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുക. ഉദാഹരണം പറയാം. അപ്പം നമ്മൾ പെട്ടെന്ന് ഇന്നലെ പേഴ്സണൽ പ്രയർ കഴിഞ്ഞ് അപ്പോൾ ഒരു 9 മണിക്ക് ഒരാളെ അർജൻറ്റായിട്ട് കാണാൻ വേണ്ടി അദ്ദേഹത്തിന് വീട്ടിൽ പോകണം, അല്ലെങ്കിൽ ഓഫീസിൽ പോകണം, അല്ലെങ്കിൽ ടൗണിൽ പോകാൻ വിചാരിച്ചിറങ്ങാം. നമ്മൾ ആ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അയാൾ ഫ്രണ്ട് നിൽക്കുന്നു. അയാൾ യാത്രയ്ക്ക് പോകുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ നടന്നു പോകണം. എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് വരുന്ന സന്തോഷത്തിനല്ലേ തേടിയ വള്ളിയെ കാലേ ചുറ്റി എന്നല്ല പറയേണ്ടത്. പിന്നെ പറയേണ്ടത് ഇങ്ങനെയാണ്, ഞാൻ കാണാൻ ആഗ്രഹിച്ചിരുന്ന ആ വ്യക്തിനെ ഈശോ എൻ്റെ മുൻപിൽ എത്തിച്ചു. പിറ്റേ ദിവസം വ്യക്തിപരമായ പ്രാർത്ഥനയിൽ നന്ദി പറയണം. പറഞ്ഞ് ഹല്ലേലൂയ. ഹല്ലേലൂയ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ് നമുക്ക് എന്തുമാത്രം വ്യക്തികൾ ഉപകാരങ്ങൾ നമുക്ക് ചെയ്യുന്നു, അല്ലേ? എന്തുമാത്രം വ്യക്തികൾ ഉപകാരം. ഇപ്പം ഞാൻ ഓർക്കാണ്, ഇപ്പോൾ ഒരു ധ്യാനത്തിന് ഇങ്ങനെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇച്ചിരി വെള്ളം കുടിക്കാൻ തോന്നുന്നു. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ചിലപ്പോൾ ശുശ്രൂഷയിൽ എടുത്തുകൊണ്ടും തരുന്നു. അപ്പോൾ നമ്മൾ അവരെ ഓർത്ത് കർത്താവിന് നന്ദി പറയണം. പറഞ്ഞ് ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഈ 24 മണിക്കൂറിനുള്ളിൽ കഴിഞ്ഞ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇതുപോലുള്ള സമയത്ത് സംഭവിച്ച എല്ലാ അനുഭവങ്ങളും ദൈവാനുഭവങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ചില മനുഷ്യർ പറയാറുണ്ട്, എനിക്ക് പ്രത്യേകിച്ച് ദൈവാനുഭവം ഒന്നും ഉണ്ടാകുന്നില്ല, എനിക്ക് പ്രാർത്ഥിച്ചൊരു അനുഭവം ഉണ്ടാകുന്നില്ല. എൻ്റെ സഹോദരൻ, ഞങ്ങൾ സ്നേഹപൂർവ്വം തിരുത്താണ്, ഓരോ അനുഭവങ്ങൾക്കും പുറകിൽ നിൽക്കുന്ന ദൈവത്തെ കാണാൻ സാധിക്കാത്തത് കൊണ്ടാണ് ദൈവാനുഭവം ഉണ്ടാകാത്തത്. എല്ലാ അനുഭവങ്ങൾക്കും പുറകിൽ ദൈവമുണ്ട്, എല്ലാത്തിനും പുറകിൽ ഈശോയുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മൾ വളരെ മോശമായി സംഭവിച്ചു എന്ന് വിചാരിക്കുന്ന, പാപമല്ല ഉദ്ദേശിക്കുന്നത്, ഒരനർത്ഥമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിന് പുറകിൽ ഇപ്പോൾ ഈശോയുടെ കരമുണ്ട്.
അതുകൊണ്ട് എല്ലാത്തിനും ഇവിടെ നമ്മൾ ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തിന് നന്ദി പറയണം. അങ്ങനെ ചെയ്യുമ്പോൾ എന്തുമാത്രം അനുഗ്രഹങ്ങൾ വർഷിക്കുമെന്നറിയാവോ? വിശുദ്ധ അത്തനേഷ്യസ് എന്ന് പറയുന്നൊരു വിശുദ്ധനുണ്ട്. വിശുദ്ധ അത്തനേഷ്യസ് എന്ന് പറയുന്നൊരു വിശുദ്ധനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കോട്ട് ഞാൻ നിങ്ങളെ ശ്രദ്ധയപ്പെടുത്താം, സ്ക്രീനിലിടാം. നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ഒട്ടും വർദ്ധിക്കുന്നില്ല, മറിച്ച് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുകയും കൃപ കൊണ്ട് നിറയപ്പെടുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അവ നമ്മളിങ്ങനെ കർത്താവിനെ ഓരോന്നോർത്ത് നന്ദി പറഞ്ഞ് കർത്താവിനെ സ്തുതിക്കുമ്പോൾ നമ്മുടെ സ്തുതിപ്പ് കൊണ്ട് നന്ദി കൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം പ്രത്യേകിച്ച് ഒന്നും വർദ്ധിക്കുന്നില്ല. ദൈവം അതിനാൽ തന്നെ പൂർണ്ണനാണ്. എന്നാൽ നമ്മൾ ഈ നന്ദി പറയാൻ തുടങ്ങുമ്പോൾ, സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടും. ധാരാളം കൃപകൾ കൊണ്ട് നിറയപ്പെടാൻ വേണ്ടി തുടങ്ങും. ഉച്ചത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഉദാഹരണം പറയാം. നമുക്ക് ഇന്നലെ വ്യക്തിപരമായ പ്രാർത്ഥന കഴിഞ്ഞ് നടന്നു പോകുന്ന സമയത്ത്, വൈകുന്നേര സമയത്ത് എന്തെങ്കിലും പാപ പ്രലോഭനം വന്നു, ഒരു അശുദ്ധിയുടെ പ്രലോഭനം വന്നു എന്ന് കരുതുക. അതിനകത്തുനിന്ന് ശരിക്കും പറഞ്ഞ് വീഴാതെ ഒരു പ്രകാരത്തിൽ രക്ഷപ്പെട്ടു പോന്നു. നന്ദി പറയണം. കാരണം എന്താ? പ്രലോഭനത്തിൽ ഉൾപ്പെട്ട് തരുതേന്ന് രാവിലെ പ്രാർത്ഥിച്ചിട്ടായിരുന്നു സ്വർഗ്ഗസ്നാതാവ് ചെല്ലിയപ്പോൾ, അല്ലേ? ഈ ദൈവം രക്ഷിച്ചില്ലേ? നന്ദി പറയണം. അങ്ങനെ നന്ദി പറയാൻ തുടങ്ങി ഒരുപാട് അനുഗ്രഹമുണ്ട്. വിശുദ്ധ പൗസ്തീന ഡയറിയിൽ 1707 ഖണ്ഡികയിൽ അത് കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വായിക്കാം. വരാന്തയിലേക്ക് പോകുമ്പോൾ ഒരു നിമിഷത്തേക്ക് ഞാൻ ചാപ്പലിൽ പ്രവേശിച്ചു. ദൈവത്തിൻ്റെ അഗ്രാഹ്യമായ നന്മയെയും അവിടുത്തെ കരുണയെയും പുകഴ്ത്തിക്കൊണ്ട് എൻ്റെ ഹൃദയം ആഴമായ ആരാധനയിൽ മുഴുകി. അപ്പോൾ എൻ്റെ അന്തരാത്മാവിൽ ഞാൻ ഈ വാക്കുകൾ ശ്രവിച്ചു: എന്തിനാണോ നീ എന്നെ സ്തുതിക്കുന്നത്, ഞാൻ നിനക്ക് അതാണ് ആയിരിക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ ജീവിതത്തിലും തുടർന്ന് പൂർണ്ണമായ അടുത്ത ജീവിതത്തിലും നീ എൻ്റെ നന്മ അനുഭവിക്കും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അപ്പോൾ ഫൗസ്തീന ഒരു വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നു കൂട്ടിക്കോ, അല്ലെ ചാപ്പൽ പ്രവേശിച്ചു, കുറേ സമയം ഇരുന്ന് ദൈവത്തിൻ്റെ അനന്തമായ നന്മ ദൈവം സംരക്ഷിച്ചു, അതൊക്കെ പറഞ്ഞ് നന്ദി പറയാം. നന്ദി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു സ്വരം കേൾക്കുകയാണ്: നീ എന്തിനാണോ എന്നെ സ്തുതിക്കുന്നത്, നിനക്കിനി മുതൽ ഞാൻ അതായിരിക്കും. അപ്പോൾ വിശുദ്ധി നിലനിൽക്കാൻ സാധിച്ചതിനെ ഓർത്ത്, പ്രലോഭനത്തിന് രക്ഷിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചാൽ പിന്നെ ദൈവം നിനക്കൊരു വിശുദ്ധിയായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് പറയാ, വരാനിരിക്കുന്ന ലോകത്തിലും ഇതിൻ്റെ ഒരു നന്മ നീ അനുഭവിക്കും. ചിന്തിച്ചു നോക്കിയ സഹോദരങ്ങളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ നന്ദി പറയാത്തവൻ്റെ സ്ഥിതി എന്താ? അതാണ് നമ്മൾ വായിച്ചു കേട്ട വചനം. കൃതജ്ഞന്റെ പ്രത്യാശ ഒഴുകിപ്പോയ ജലം പോലെ, ശീതകാലത്തെ മഞ്ഞ് പോലെ, അതിൻ്റെ വെയിലുദിക്കുമ്പോൾ ഒഴുകിപ്പോവും. അപ്പം നന്ദി പറയുന്നില്ലെങ്കിൽ നമ്മൾ പ്രത്യാശ ഉണ്ടാവില്ല. നന്ദി പറഞ്ഞാൽ വീണ്ടും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. എന്ന് മാത്രമല്ല, ഒരുപാട് പുതിയ കൃപകൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്നുകൊണ്ടിരിക്കും. വിശുദ്ധ പൗസ്തീന ഡയറിയിൽ തന്നെ 1701 ഖണ്ഡികയിൽ ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്: എൻ്റെ ഏറ്റവും ചെറിയ കൃപകളെ പ്രതിയും നന്ദിയുള്ളവളായിരിക്കുക, എന്തെന്നാൽ പുതിയ കൃപകൾ നൽകാൻ നിന്റെ കൃതജ്ഞത എന്നെ നിർബന്ധിതനാക്കുന്നു. അപ്പോൾ പൗസ്തീനയോട് ഈശോ പറഞ്ഞാൽ നമ്മളോട് ഓരോരുത്തരും പറയുകയാണ്, കർത്താവ് നൽകിയ ചെറിയ അനുഗ്രഹങ്ങളായിരിക്കാം. ഇപ്പോൾ ഒരാളോട് സ്നേഹത്തോടെ സംസാരിക്കാൻ വേണ്ടി പറ്റി, കോപം വരേണ്ട സമയമായിരുന്നു, പക്ഷേ പിന്നെ സ്നേഹത്തോടെ സംസാരിക്കാൻ പറ്റി, അല്ലേ? അങ്ങനെ സംഭവിക്കുമ്പോൾ അപ്പോൾ അതിനെപ്പറ്റി കർത്താവിന് നന്ദി പറഞ്ഞാൽ കർത്താവിന് തരാതിരിക്കാൻ പറ്റും. പുതിയ കൃപ കർത്താവ് നമുക്ക് തന്നുകൊണ്ടിരിക്കും. ആരെ പ്രതി നാം നന്ദി പറയുന്നത് അവരെയും കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ കുറച്ച് സമയം നന്ദി പറയാൻ വേണ്ടി നമ്മൾ ചെലവഴിക്കണം. പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ പേഴ്സണൽ പ്രയറിൽ നമ്മൾ ഒരു സ്വസ്ഥമായിട്ടൊക്കെ ഒന്ന് ഇരുന്നു, നമ്മൾ തിരുരത്തം കൊണ്ടെല്ലാം കഴുകി നല്ല ഇതായി, അതിനുശേഷം നമ്മൾ നന്ദി പറഞ്ഞു, അല്ലേ? ഇപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു 2 ഘട്ടമാക്കാം. ഒന്ന് തിരുരത്തം കൊണ്ട് കഴുകുന്നു, 2 നന്ദി പറയുന്നു. 3-ാമത്തെ ഘട്ടം അത് വളരെ എളുപ്പമാണ്. അതെന്താണെന്നറിയാം സഹോദരങ്ങളെ, അതിതാണ്. ഇപ്പം നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരുന്നില്ലേ? ഈ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്കുണ്ടായിരിക്കുന്ന ചില ഷോർട്ട് കമ്മിങ്സ്, ചില പ്രലോഭനങ്ങൾ, ചില പാപങ്ങൾ, ചില സാഹചര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരും. കാരണം ഇന്നലെ വ്യക്തിപരമായി പ്രാർത്ഥിച്ച അന്ന് മുതൽ പിറ്റേ ദിവസത്തെ പ്രാർത്ഥനയുള്ള എല്ലാ രംഗങ്ങളും ഓർത്തോർത്ത് പോവുകയാണല്ലോ. അത് ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് വരും, കാരണം ഇതെല്ലാം ഓർത്തോർത്ത് എടുക്കാൻ വേണ്ടി. പക്ഷെ അതങ്ങനെ പ്രാക്ടീസ് ചെയ്തപ്പോൾ തന്നെ വളരെ എളുപ്പമായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതിനിടയിൽ നമുക്കുണ്ടായ കുഞ്ഞു പാപങ്ങളുണ്ടാകും, ലഘുപാപങ്ങളുണ്ടാകാം. 3-ാമത്തെ സ്റ്റേജിലാണ് അതിനെക്കുറിച്ച് വേഗം അനുദപിക്കണം. പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. 32 സങ്കീർത്തനത്തിൽ 5-ാം തിരുവചനം: എൻ്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു, എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചില്ല.
എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റു പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ നമ്മൾ പാപത്തെ ഓർത്ത് വേഗം അങ്ങോട്ട് അനുദപിച്ചു. കർത്താവ് ഇനി അടുത്ത് എപ്പോൾ ചാൻസ് കിട്ടുന്ന അപ്പം പോയി ഞാൻ കുമ്പസാരിക്കും കർത്താവേ എന്ന മനസ്സിലൊരു തീരുമാനം അങ്ങോട്ട് എടുത്തു. അപ്പോൾ മുതൽ തന്നെ ദൈവത്തിൻ്റെ ക്ഷമ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ഒരുപക്ഷെ കുമ്പസാരം നടക്കുന്നത് അടുത്ത ആഴ്ചയായിരിക്കും നമ്മുടെ കുമ്പസാരം നടക്കുന്നത്. എന്നാൽ ദൈവകൃപയുടെ അളവ് നമ്മുടെ ഹൃദയത്തിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. പറഞ്ഞു ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പഴയ നിയമത്തിൽ യാക്കോബ് ഏസാമിനെ കണ്ട് ക്ഷമ ചോദിക്കുന്നതിന് മുൻപ് തന്നെ രമ്യതപ്പെടാൻ തീരുമാനമെടുത്ത അതേ സമയത്ത് തന്നെ ദൈവത്തിൻ്റെ കൃപ യാക്കോബിൽ വന്ന് നിറഞ്ഞു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രഭാഷണം 18:21 വളരെ നല്ലതാണ്. വീഴും മുൻപ് വിനീതനാവുക, പാപം ചെയ്ത് പോകും മുമ്പ് പിന്തിരിയുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പാപങ്ങളെ ഓർത്ത് വേഗം അനുദപിച്ചാൽ സംഭവിക്കുന്ന കാര്യമെന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? എളുപ്പപ്പെട്ട ദൈവം കൃപ തരും. അപ്പോൾ വലിയ മാരക പാപങ്ങളിൽ വീഴാതെ നമ്മൾ രക്ഷപ്പെട്ട് പോയിക്കൊണ്ടിരിക്കും. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പം നോക്കിയേ, പ്രാർത്ഥിക്കാൻ റെഡിയായി, ഈശോയുടെ തിരുരക്തം നമ്മളെ തന്നെ കഴുകി വിശുദ്ധീകരിച്ചു, എല്ലാ കാര്യം ഓർത്ത് കർത്താവിന് നന്ദി പറഞ്ഞു. അടുത്ത ഘട്ടത്തിൽ സഹോദരങ്ങളെ ഉണ്ടായ എല്ലാ ബലഹീനതകളും കുറവുകളെല്ലാം ഓർത്ത് കർത്താവിനോട് മാപ്പ് ചോദിച്ചു. പറ്റുവാണെങ്കിൽ കുമ്പസാരത്തിനുള്ള ജപം കൂടെ അങ്ങോട്ട് ചൊല്ലുക, അല്ലെങ്കിൽ മനസ്സാ പ്രകടനം അങ്ങോട്ട് ചൊല്ലുക. അപ്പോൾ എന്താ, കുമ്പസാരിക്കാൻ റെഡിയായി. കൃപയുടെ ലെവൽ ഓക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുമ്പസാരിച്ചാൽ മാത്രം മതി, ഫുൾ കൃപ അങ്ങോട്ട് നിറയുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് ഘട്ടം ഘട്ടമായിട്ട് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഓരോ പ്രാവശ്യം ടോക്ക് കേട്ട് ഇത്രയും എല്ലാ ദിവസങ്ങളും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അടുത്ത എപ്പിസോഡിൽ അതിൻ്റെ മുഴുവൻ ബാക്കി ഭാഗങ്ങൾ കൂടെ അതിൽ പൂർത്തിയാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുകയാണ്. പൂർത്തിയാക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇതെല്ലാം നമ്മുടെ ഹാബിറ്റിൻ്റെ ഭാഗമാക്കണം. ജീവിതത്തിൻ്റെ ഭാഗമാക്കിയില്ലെങ്കിൽ ഇതൊന്നും കാര്യമില്ല. അതുകൊണ്ട് ഇതെല്ലാം എഴുതി വെച്ച പെട്ടെന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സങ്കീർത്തനത്തിൽ 26 തിരുവചനം. ഞാൻ എൻ്റെ അവസ്ഥ വിവരിച്ചപ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. തുടക്കത്തിലെ സാക്ഷ്യത്തിൽ ആ കുടുംബം ചെയ്ത കാര്യം, അവരവരെ കർത്താവിനോട് അവസ്ഥയെല്ലാം പറയുന്നതിൻ്റെ ഭാഗമായി അവരവരുടെ നിയോഗങ്ങളെല്ലാം എഴുതി സമർപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് ഇടപെട്ടു. ഇപ്പം നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിലും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ഇപ്പോൾ മനസ്സുകൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥനയോടെ സമർപ്പിക്കുകയാണ്. കർത്താവിനോട് നമ്മുടെ അവസ്ഥ എന്താ അതങ്ങനെ തന്നെ പറയുക. കർത്താവേ, ഒരുപാട് കടബാധ്യതയുണ്ട് കർത്താവേ, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയില്ല കർത്താവേ. ദൈവമേ, മക്കളുടെ കാര്യം ഓർത്ത് ആദ്യം മനസ്സിൽ നിന്ന് പോകുന്നില്ല. ദൈവമേ, രോഗത്താൽ ക്ലേശിക്കുകയാണ്, ഒന്ന് കഴിയാൻ നോക്കിയിരിക്കാൻ അടുത്ത് വരാം, അതുപോലത്തെ അവസ്ഥകളാണ്. ഒരു സമാധാനമില്ല കർത്താവേ. ജോലി സ്ഥലത്ത് അതുപോലെ പ്രഷറാണ്, ദൈവം മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല കർത്താവേ. നാളുകളായി മക്കളുടെ കല്യാണപ്രായമായി, പക്ഷെ ഒരു വീടായിട്ടില്ല. ദൈവമേ കർത്താവേ, വിവാഹം കഴിച്ച മക്കളുടെ പ്രശ്നങ്ങൾ, ദൈവമേ, അതിനേക്കാൾ എല്ലാവരും വിശ്വാസത്തിൽ നകന്നു പോകുന്ന തലമുറ എല്ലാം സമർപ്പിക്കുകയാണ്. കരങ്ങൾ ഉയരട്ടെ മക്കളെ, ഹൃദയങ്ങൾ ഉയർത്തുക, സ്വരം ഉയർത്തുക, ഓരോരുത്തരും പ്രാർത്ഥിക്കുകയാണ്. നിന്റെ അവസ്ഥ കർത്താവ് കാണും, നിന്റെ വേദന കർത്താവ് കാണും. അവിടെ നിലവിളി കേൾക്കുന്ന ദൈവമാണ്, അവിടുന്ന് രക്ഷിക്കുന്ന ദൈവമാണ്. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനിതാ വിളിക്കുന്നു യേശുവേ, വരണമേ. പ്രശ്നങ്ങളിച്ച് കർത്താവിനെ വിളിക്കുക. ഞാനിതാ വിളിക്കുന്നു യേശുവേ, യേശുവേ. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുക. ഈ ആശ്വാസം ഈശോ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. യേശുവേ, 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 വരണമേ. നിലവിളി കേൾക്കുന്ന യേശുവേ, എൻ യാചന കേൾക്കണമേ, എൻ യാചന കേൾക്കണമേ.